ഒറ്റ ചോദ്യം ആനന്ദിലേക്ക്, നാളത്തെ പ്രതീക്ഷകൾ. ലോറിയുടെ സാന്നിധ്യം ഉറപ്പിച്ച സ്ഥിതിക്ക് അതിനുള്ളിൽ അർജുനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതിനുള്ളിൽ അർജുൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭാരത് ബെൻസിന്റെ ഒരു നിർമ്മിതി തന്നെയാണ്. ആ ഒരു ക്യാബിൻ 9 ദിവസത്തിലധികം അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ, അതായത് ടൺ കണക്കിന് മണ്ണ് വീണാൽ കൂടി യാതൊരു തരത്തിലുള്ള പരിക്കും പറ്റാതെ തന്നെ ആ ക്യാബിൻ സുരക്ഷിതമായിരിക്കുമെന്നാണ് അതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. എന്തായാലും അതെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. നാളെ തീർച്ചയായും ഏകദേശം ഈ ഒരു സമയമാവുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും, അതായത് ഈ 10ാം നാളോട് കൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ, ഈ രക്ഷാദൗത്യത്തിന്റെ ഒരു ജീവന് വേണ്ടിയുള്ള, ഒരുപക്ഷെ ഒരു ജീവന് വേണ്ടിയല്ല നിരവധി ജീവനുകൾക്ക് വേണ്ടിയുള്ള ഈ രക്ഷാദൗത്യത്വം അതിന്റെ അവസാന ഘട്ടം പിന്നീടും അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും. ശരിയാണ്. 9ാം ദിവസം ഏറെ നിർണായകമായിരുന്നു. ഒടുവിൽ ലോറി കണ്ടെത്തി എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നു. ഇനി നാളെ ആ ലോറി അവിടെ തന്നെ ഉറപ്പിച്ച് ഉയർത്താനുള്ള ശ്രമമായിരിക്കും നടക്കുക. അതിനുള്ള ഉപകരണങ്ങൾ കൂടി എത്താനിരിക്കുന്നു. 2 കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഒന്ന്, GPS ഓണായിരുന്നു കരയിൽ എന്നും അതിൻ്റെ സിഗ്നൽ കിട്ടിയെന്നും വാഹനം ഓണായിരുന്നുവെന്നുമൊക്കെ പറഞ്ഞത് ഒരു പരിധിവരെ ഈ പരിശോധനയുടെ വഴിതെറ്റിച്ചു. അതിനപ്പുറം അതൊക്കെ കേട്ടാണോ പരിശോധന നടത്തേണ്ടിയിരുന്നത്? സ്വന്തം നിലയ്ക്ക് എന്തുകൊണ്ട് കൃത്യമായൊരു പദ്ധതി ആവിഷ്കരിച്ച് അപകടത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ മനസ്സിലാക്കി എന്തുകൊണ്ട് നദിക്കടിയിലേക്ക് പോകാൻ പരിശോധകർക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുമുണ്ട്. ഏതായാലും അർജുൻ ഇപ്പോഴും പറയട്ടെ, അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന അവസാന പ്രതീക്ഷ കൂടി നമുക്ക് പങ്കുവയ്ക്കാതെ വയ്യ.